അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ഈ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ടെർമിനോളജിയാണ്. യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ജാമിഅ എന്നാണ് അറബിയിൽ പറയുന്നത്. ജാമിഅയുമായി ബന്ധപ്പെട്ട ടെർമിനോളജിയാണ് ഈ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ടെർമിനോളജി പഠിക്കാം. അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ഈ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ടെർമിനോളജിയാണ്. യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ജാമിഅ എന്നാണ് അറബിയിൽ പറയുന്നത്. ജാമിഅ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി. അതുപോലെ കോളേജിന് കുല്ലിയ എന്നാണ് പറയുക. കുല്ലിയ ഡിപ്പാർട്ട്മെൻറ്റ്, യൂണിവേഴ്സിറ്റികളിലുള്ള ഡിപ്പാർട്ട്മെൻറ്റിന് പ്രിസ്മ എന്നാണ് പറയുക. പ്രിസ്മ. അതുപോലെ പ്രൊഫസർക്ക് ഉസ്താദ്, ലെക്ചറർ, കോളേജുകളിൽ ക്ലാസ് എടുക്കുന്ന ആൾക്ക് ലെക്ചറർ എന്നാണ് പറയുക. അതിനാണ് ഉസ്താദ്. ഇതിൻ്റെ പ്രൊഫസറിൻ്റെ ഉസ്താദിൻ്റെ പ്ലൂറൽ ഫോം അസാത്തിദത്ത് എന്നാണ്. അതുപോലെ ലെക്ചറർക്ക് മുഹാദിർ എന്ന് പറയും. ലെക്ചറിന് മുഹാദറത്ത് എന്നാണ് പറയുക. അതുപോലെ വിദ്യാർത്ഥിക്ക് തോലിബ്, ഗ്രാജുവേറ്റ് സ്റ്റഡീസ്, ദിറാസത്തുൻ ഉല്യ, ഗ്രാജുവേറ്റ് സ്റ്റഡീസ് അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസ് എന്നും പറയും. ബാച്ചിലേഴ്സ് ഡിഗ്രിക്ക് ബക്കാലൂരിയൂസ്, അതുപോലെ മാസ്റ്റേഴ്സ് ഡിഗ്രിക്ക് മാജിസ്റ്റീർ, ഡോക്ടറേറ്റിന് ദക്തൂറ, PhD അതാണല്ലോ ഡോക്ടറേറ്റ്. പരീക്ഷയ്ക്ക് ഇഖ്തിബാർ, അതുപോലെ ഇംതിഹാൻ എന്നൊക്കെ പറയും, എക്സാം. വെക്കേഷന് ഇജാസത്ത്, ഷെഡ്യൂളിന് ജദ്വൽ, അതുപോലെ ട്യൂഷൻ ഫീസിന് റുസൂം ദിറാസിയ. ഫീ എന്ന് പറഞ്ഞാൽ റസ്മാണ്. ഫീ അതിൻ്റെ പ്ലൂരലാണ് ഫീസ്. അപ്പോൾ റുസൂം, റസ്മിൻ്റെ ജമാണ് റുസൂം, റുസൂം ദിറാസിയ. അതുപോലെ സ്കോളർഷിപ്പിന് മിൻഹ ദിറാസിയ. സ്കോളർഷിപ്പിന് മറ്റു പദങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് പഠിക്കാം. രജിസ്ട്രേഷൻ, എൻറോൾമെൻറ്റ്, രജിസ്ട്രേഷൻ. തസ്ജീൽ, ഗ്രാജുവേഷൻ, തഹറുജ്, തഹ്രീജ് എന്നൊക്കെ പറയാറുണ്ട്. തിസീസിന് റിസാല ഇൽമിയ. അതുപോലെ കൊളാബറേറ്റീവ് റിസർച്ച്, അതിന് ബഹ്സ് മുഷ്തറക്. ഖറർതുൽ ഇൽതിഹാഖ ബിൽ ജാമിഅത്തി ലിമുതാബഅത്തി ദിറാസത്തിൽ ഉല്യ ഫി മജാലിൽ ഹന്ദസ. ഖററ എന്ന് പറഞ്ഞാൽ ഞാൻ തീരുമാനിച്ചു എന്ന് പറയുന്നതാണ് ഖററ. തഖ്രീർ, റിപ്പോർട്ട് എന്ന് പറയുന്നതിന് റിപ്പോർട്ട് ചെയ്തു എന്നുള്ള പദം ഉപയോഗിക്കാറുണ്ട്. ഖറർതുൽ ഇൽതിഹാഖ, ഞാൻ ചേരാൻ തീരുമാനിച്ചു, ഒരു കോഴ്സിൽ ചേരാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ ഇൽതിഹാഖ് എന്ന് പറയും. എൻറോൾ ചെയ്യാൻ തീരുമാനിച്ചു. ബിൽ ജാമിഅത്തി, യൂണിവേഴ്സിറ്റിയിൽ. മുത്താബഅത്തി എന്ന് പറഞ്ഞാൽ ഫോളോ ചെയ്യുക, തുടരുക എന്നൊക്കെയാണ് അർത്ഥം. മുത്താബഅത്തി ദിറാസത്തി, എൻ്റെ പഠനം തുടരാനുള്ള പെർസ്യൂ എന്ന് പറയും. ടു പെർസ്യൂ മൈ ഗ്രാജുവേറ്റ് സ്റ്റഡീസ്. ഗ്രാജുവേറ്റ് സ്റ്റഡീസിനാണ് ദിറാസത്തുൽ ഉല്യ എന്ന് പറയാം, അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസ് എന്നൊക്കെ പറയും. ഫി മജാലിൽ ഹന്ദസ, എഞ്ചിനീയറിംഗ് ഫീൽഡിൽ. മജാൽ ഫീൽഡ്. I decided to enroll in the university to pursue my graduate studies in the field of engineering. അതുപോലെ അമലി ഫി ഖിസ്മി തത്വീറിൽ ബർമിജിയാത്തി യതതല്ലബു തഫ്കീറൻ ഇബ്ദാഇയൻ വമഹാറാത്തി തഖ്നിയത്തിൻ ആലിയ. അമലി, എൻ്റെ വർക്ക്, എൻ്റെ ജോലി. ഫി ഖിസ്മി, ഡിപ്പാർട്ട്മെൻറ്റിൽ. എന്ത് ഡിപ്പാർട്ട്മെൻറ്റാണ്? തത്വീറിൽ ബർമിജിയാത്തി, സോഫ്റ്റ്വെയർ ഡിപ്പാർട്ട്മെൻറ്റ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ള എൻ്റെ വർക്കിനെ എത്തത്തൊല്ലബു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന റിക്വയർ ചെയ്യുക, ആവശ്യമായി വരിക. അപ്പോൾ എൻ്റെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എൻ്റെ ജോലിക്ക് ആവശ്യമാണ് തഫ്കീറൻ ഇബ്ദാഇയൻ, ക്രിയേറ്റീവായിട്ടുള്ള ചിന്തകൾ വേണം. ക്രിയേറ്റീവ് തിങ്കിങ് അതാണ് തഫ്കീർ ഇബ്ദാഇ എന്ന് പറഞ്ഞാൽ. അതുപോലെ മഹാറാത്തിൻ, സ്കില്ലുകൾ വേണം. എന്ത് സ്കില്ലാണ്? തഖ്നിയത്തിൻ ആലിയ, ടെക്നിക്കൽ സ്കില്ല് വേണം. ആലിയ എന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ. അപ്പോൾ ഹൈ ലെവലിലുള്ള ടെക്നിക്കൽ സ്കില്ലും ആവശ്യമാണ്. ഹസൽതു അല, എനിക്ക് ലഭിച്ചു, ഞാൻ നേടിയെടുത്തു. ഐ ഒബ്റ്റൈൻഡ്, ഐ റിസീവ്ഡ് എന്നൊക്കെ പറയുന്നത് അത് തന്നെയാണ് സംഭവം. ഹസൽതു അല ദർജത്തിൽ ബക്കാലൂരിയൂസ്, ഞാൻ ബാച്ചിലർ ഡിഗ്രി കരസ്ഥമാക്കി. ഫി ഉലൂമിൽ കമ്പ്യൂട്ടർ ഡിഗ്രിയിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ. ഉലൂം എന്ന് പറയുമ്പോൾ സയൻസ് ആണ്, ഇൽമിൻ്റെ പ്ലൂരലാണ് ഉലൂം. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൽ ഞാനൊരു ഡിഗ്രി നേടിയെടുത്തു. മിനൽ ജാമിഅത്തി റഈസിയ ജാമിയയിൽ നിന്ന്, അതായത് മെയിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. റഈസിയ എന്ന് പറഞ്ഞാൽ മെയിൻ എന്നർത്ഥം.
ഇപ്പോൾ മെയിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഞാൻ കമ്പ്യൂട്ടർ സയൻസിൽ ബാച്ചിലർ ഡിഗ്രി നേടി. ഐ ഒബ്റ്റൈൻഡ് എ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഫ്രം ദ മെയിൻ യൂണിവേഴ്സിറ്റി. ഇനി യുഴുത്തബറുൽ ഹുസൂല് നമ്മൾ പറഞ്ഞു. യുഴുത്തബറു എന്ന് പറഞ്ഞാൽ ആണ് എന്നർത്ഥം പറയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പരിഗണിക്കപ്പെടുന്നു എന്നാണ് അർത്ഥം ശരിക്കും. യുഴുത്തബറുൽ ഹുസൂലു അലാ ദറജത്തി ദക്തൂറ. അൽ ഹുസൂൽ ഹസലയുടെ ശേഷം എല്ലാ സമയത്തും ഒരു അല ഉണ്ടാകും. അപ്പൊ യുഴുത്തബറുൽ ഹുസൂലു അലാ ദറജത്തി ദക്തൂറ, ഒരു ഡോക്ടറേറ്റ് ഡിഗ്രി എടുക്കുക എന്നുള്ളത് എന്തിൽ? ഫിൽ ഫൽസഫത്തി, ഫിലോസഫിയിൽ ഇൻജാസൻ കബീറൻ, ഒരു വലിയ നേട്ടമാണ്. ഇൻജാസൻ കബീറൻ, എ സിഗ്നിഫിക്കൻറ്റ് അച്ചീവ്മെന്റ്. ഇൻജാസ് എന്ന് പറഞ്ഞാൽ നേട്ടം എന്നർത്ഥം. ഫി മജാലി അൽ ബഹ്തിൽ ഇൽമി, സയന്റിഫിക് റിസർച്ച് മേഖലയിൽ. ഫി മജാൽ എന്ന് പറഞ്ഞാൽ ഫീൽഡ്, അൽ ബഹ്തുൽ ഇൽമി സയന്റിഫിക് റിസർച്ച്. ഒബ്റ്റൈനിങ് എ ഡോക്ടറേറ്റ് ഇൻ ഫിലോസഫി ഈസ് എ സിഗ്നിഫിക്കൻറ്റ് അച്ചീവ്മെന്റ് ഇൻ ദി ഫീൽഡ് ഓഫ് സയന്റിഫിക് റിസർച്ച്. ഖുംതു ബി കിതാബത്തി, ഞാൻ എഴുതി എന്നർത്ഥം. കാമ ബി കിതാബത്തി എന്ന് പറഞ്ഞാൽ എഴുതി, അല്ലെങ്കിൽ കതബ്തു എന്ന് മതി, ഒന്നും കൂടി മോഡേണൈസ് ചെയ്താണ്. ഖുംതു ബി കിതാബത്തി ഉത്റൂഹത്തിൽ, ഞാനൊരു തിസീസ് എഴുതി. ഉത്റൂഹത്ത് എന്നല്ലാൽ തിസീസാണ്. എന്ത് തിസീസ്? ഉത്റൂഹ ബഹ്തിയ അമീഖ, വളരെ അഗാധത്തിലുള്ള ഒരു റിസർച്ച് തിസീസ് എഴുതി. ബഹ്തിയ എന്ന് പറഞ്ഞാൽ റിസർച്ച് ചെയ്യാന്നർത്ഥം. ഇപ്പൊ റിസർച്ച് thesis. I wrote a profound thesis എന്ന് പറഞ്ഞാലും I wrote a profound research thesis എന്നൊക്കെ പറഞ്ഞാലും ഒക്കെ സെയിം തന്നെയാണ്. ഇതിവിടെ ട്രാൻസ്ലേഷൻ ആണല്ലോ, ഐഡിയൽ ട്രാൻസ്ലേഷൻ ആണ്. എന്താണ് അമീഖത്തായിട്ടുള്ള? അമീഖത്ത് എന്ന് പറഞ്ഞാൽ അഗാധമായിട്ടുള്ള, പ്രൊഫൗണ്ട് ആയിട്ടുള്ള. എന്തിനെ കുറിച്ച്? ഹൗല, ഒരു കാര്യത്തെ കുറിച്ച് എന്ന് പറയാൻ അൻ ഹൗല എന്നൊക്കെ പറയും. ഹൗല തഅ്സീർ തഗയ്യുറാത്തിൽ മനാഖ്, തഅ്സീർ സ്വാധീനത്തെ കുറിച്ച്. എന്തിന്റെ സ്വാധീനം? തഗയ്യുറാത്തിൽ മനാഖി, ക്ലൈമറ്റ് ചേഞ്ചിന്റെ. ക്ലൈമറ്റ് ചേഞ്ച്, തഗയ്യുറാത്തിൽ മനാഖ്, അലൽ ബിഅ എൻവയോൺമെന്റിന്റെ മേലുള്ള, പ്രകൃതിയുടെ മേലുള്ള ക്ലൈമറ്റ് ചേഞ്ചിന്റെ സ്വാധീനത്തിനെ കുറിച്ച് ഉള്ള ഒരു തിസീസ് ഞാൻ എഴുതി. എങ്ങനത്തെ തിസീസാണത്? വളരെ ആഴത്തിലുള്ള തിസീസാണ്. ഐ റോട്ട് എ പ്രൊഫൗണ്ട് തിസീസ് ഓൺ ദി ഇമ്പാക്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ഓൺ ദ എൻവയോൺമെന്റ്. കത്തക്കൂനു, ഒരു മുതാരിയായ ഫീൽഡിന്റെ മുന്നേ കത് എന്ന് വന്നാൽ ചിലപ്പോൾ എന്നുള്ള അർത്ഥം കിട്ടും, ചിലപ്പോൾ എന്നുള്ള അർത്ഥം ലഭിക്കും. അപ്പൊ കത്തക്കൂനു ആയേക്കാം, റുസൂമു ദിറാസത്തി ട്യൂഷൻ ഫീസ് ആയേക്കാം, ബാഹിളത്തൻ വളരെ കൂടുതലായേക്കാം, ഫി ബാദിൽ ജാമിഅത്തിൽ ഖാസ ചില പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ. ജാമിഅത്തുൽ ഖാസ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എന്നാണ് അർത്ഥം. അപ്പം ചില പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ ട്യൂഷൻ ഫീസ് വളരെ കൂടുതലായിരിക്കാം. ട്യൂഷൻ ഫീസ് ക്യാൻ ബി ഹൈ അറ്റ് സം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്. മിനൽ മുഹിമ്മി, ഒരു കാര്യം ഇമ്പോർട്ടൻറ്റിൽ പെട്ടതാണ്, അതായത് പ്രധാനപ്പെട്ടതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് അറബിയിൽ ഉപയോഗിക്കുമ്പോൾ അത് ആദ്യം കൊടുക്കേണ്ടത് മിനൽ മുഹിമ്മിയാണ്. മിനൽ മുഹിമ്മി അൻ നസ്തമിഅ ബിഉത്ലത്തിൻ, അൻ നസ്തംതിഅ ട്ടോ, അൻ നസ്തംതിഅ, ഇസ്തംതഅ യസ്തംതിഉ, അതിൽ നിന്ന് വന്നതാണ് നസ്തംതിഉ, നാം എൻജോയ് ചെയ്യുക, ആസ്വദിക്കുക എന്നൊക്കെ അർത്ഥം. അപ്പൊ നസ്തംതിഅ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത്? അൻ നസ്തംതിഅ നമ്മൾ ആഘോഷിക്കൽ, നമ്മൾ ആസ്വദിക്കൽ, ബിഉത്ലത്തിന നമ്മുടെ വെക്കേഷൻ. എന്ത് വെക്കേഷൻ? സ്വൈഫിയ, സമ്മർ വെക്കേഷൻ. ഉത്ലത്തു സ്വൈഫിയ, സമ്മർ വെക്കേഷൻ. ബി തഖ്തീത്, തഖ്തീത് എന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്യുക എന്നാണ് അർത്ഥം. പ്ലാൻ ചെയ്യുക. എന്ത് പ്ലാൻ ചെയ്യൽ കൊണ്ട്? ജയ്യിദ്, നല്ല പ്ലാൻ. ജയ്യിദ് എന്ന് പറഞ്ഞാൽ നന്നായിട്ടുള്ള, നല്ല, വളരെ പ്രോപ്പർ ആയിട്ടുള്ള. ലിൽ ഇസ്തിർഖായി, എന്തിന്? റിലാക്സ് എടുക്കാൻ, ആശ്വസിക്കാനും. അതുപോലെ ഇസ്തിക്ഷഫയിൽ നിന്ന് വന്നതാണ്. ഇസ്തിക്ഷാഫ് കണ്ടെത്താൻ, എക്സ്പ്ലോർ ചെയ്യാൻ. അമാക്കിന ജദീദ പുതിയ സ്ഥലങ്ങൾ, ന്യൂ പ്ലേസസ്. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു എൻജോയ് അവർ summer vacation with proper planning for relaxation and exploring new places. ഇനി മുഹാദിർ സായിർ, വിസിറ്റിംഗ് ലെക്ചറർ. വിസിറ്റ് ചെയ്യുന്ന ലെക്ചറർ ഉണ്ടാവും ഇടയ്ക്കെപ്പോഴെങ്കിലൊക്കെ വരുന്നത്, അവർക്കാണ് മുഹാദിർ സായിർ എന്ന് പറയാം. അതുപോലെ ഡീൻ, യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടാവുന്നതാണ് ഡീൻ. അമീദ്, അതുപോലെ ഡിപ്പാർട്ട്മെന്റ് ചെയർ, റഈസു ഖിസ്ം, അതുപോലെ ജാമിഇ, അക്കാദമിക് എന്ന് പറയുന്നതിന് ജാമിഇ. കോഴ്സ് ഇൻസ്ട്രക്ടർക്ക് മുദരിസുൽ മുഖർറിർ. അതുപോലെ അക്കാദമിക് ലെവൽ, മുസ്തവ ദിറാസി, ലെവൽ എന്നുള്ളതിന് മുസ്തവ എന്നാണ് പറയാം.
അതുപോലെ മഷ്റൂഉ തഖറുജ് ഗ്രാജുവേഷൻ പ്രോജക്റ്റ്. അക്കാദമിക് ഡെഫറൽ തഅ്ജീൽ ദിറാസി ഡെഡ് ലൈൻ, ഒരു അവസാനത്തെ ദിവസം പറഞ്ഞിട്ടുണ്ടാവും ഇന്ന പ്രോജക്റ്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യാൻ, അതിനാണ് ഡെഡ് ലൈൻ എന്ന് പറയാം. മൗഇദ് നിഹാഇ. അതുപോലെ പബ്ലിക് യൂണിവേഴ്സിറ്റി ജാമിഅ ഹുക്കൂമിയ അല്ലെങ്കിൽ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി എന്ന് പറയും. അതുപോലെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ജാമിഅ ഖാസ്സ. അതുപോലെ സയൻറ്റിഫിക് റിസർച്ച് പ്രോജക്റ്റിന് മഷ്റൂഉ ബഹ്സ് ഇൽമി, സയൻറ്റിഫിക് കോൺഫറൻസിന് മുഅ്തമറു ഇൽമി, യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിന് തസ്നീഫ് ജാമിഇ, അതുപോലെ ഡിസ്റ്റൻസ് ലേണിങ്ങിന് തദ്രീസ് അൻ ബുഅദി, ഇ ലേണിംഗ് ഇലക്ട്രോണിക് ലേണിംഗ് തഅലീം ഇലക്ട്രോണി. ഇതൊക്കെ നമുക്ക് അറിയുന്ന പദങ്ങളാണ്. വസയുൽഖിൽ മുഹാളിറു സായിറു മുഹാളറത്തൻ. വസയുൽഖി മുഹാളറത്തൻ എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കുക എന്നർത്ഥം. അപ്പോൾ ആരാണ് പ്രസംഗിക്കുന്നത്? അൽ മുഹാളിറു. അപ്പോൾ മുഹാളിറു സായിർ വിസിറ്റിംഗ് ലെക്ചറർ പ്രസംഗിക്കും. എന്ത്? മുഹാളറത്തൻ, ഒരു ലെക്ചർ. അൻ ആഖിരി ഇക്തിശാഫാത്തി. അൻ ആഖിരിൽ ഇക്തിശാഫാത്തി എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങളെ കുറിച്ച്. ഓൺ ദ ലേറ്റസ്റ്റ് ഡിസ്കവറീസ്. എന്ത് കണ്ടുപിടുത്തങ്ങളാണ്? അൽ ഫലക്കിയ, ആസ്ട്രോണമിക്കൽ ആയിട്ടുള്ള ആസ്ട്രോണമിക്കൽ ഡിസ്കവറീസിനെ കുറിച്ച്. യൗമൽ ഇസ്നൈനി, തിങ്കളാഴ്ച. ദ വിസിറ്റിംഗ് ലെക്ചറർ വിൽ ഡെലിവർ എ ലെക്ചർ ഓൺ ദി ലേറ്റസ്റ്റ് ആസ്ട്രോണമിക്കൽ ഡിസ്കവറീസ് ഓൺ മൺഡേ. ഇനി കാമ മുദരിസു ദൗറത്തി ബിഷറഹി. കാമ ബിഷറഹി എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്തു. ഷറഹ എഴുതാനൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല, ഷറഹ വിശദീകരണം. അപ്പോൾ ഇൻസ്ട്രക്ടർ വിശദീകരിച്ചു എന്തിനെക്കുറിച്ച്? ബിഷറഹി അൽ മഫാഹീം. മഫാഹീം എന്ന് പറഞ്ഞാൽ മഫ്ഹൂമിന്റെ പ്ലൂറലാണ്. കോൺസെപ്റ്റ് എന്ന് പറയും. കോൺസെപ്റ്റുകളെ കുറിച്ച് എന്ത് ചെയ്തു? വിശദീകരിച്ചു. എന്ത് കോൺസെപ്റ്റാണ്? അൽ മുഅഖദ, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള വളരെ ദുർഘടമായിട്ടുള്ള കോൺസെപ്റ്റുകളെ കുറിച്ച്. ബി ത്വരീഖത്തിൻ ബസീതത്തിൻ, ഈസി ആയിട്ട്, ലളിതമായിട്ട്, സിമ്പിളായിട്ട്. ത്വരീഖത്തിൻ ബസീത എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട്, ബസീത എന്ന് പറഞ്ഞാൽ സിമ്പിൾ മെത്തേഡ് എന്നൊക്കെ അർത്ഥം. സിമ്പിൾ മെത്തേഡാണ് ത്വരീഖത്തുൻ ബസീത എന്ന് പറയുന്നത്. ബസീത എന്ന് പറഞ്ഞാൽ ഈസി, ഈ സിമ്പിൾ എന്നൊക്കെ. അതുപോലെ ഫഅലത്തിൻ, വളരെ എഫക്റ്റീവായിട്ട്. ഫോർ ദി സ്റ്റുഡൻസ്, ലിത്തുല്ലാ, ഫോർ ദി സ്റ്റുഡൻസ് അല്ലെങ്കിൽ ടു ദ സ്റ്റുഡൻസ്. നഹ്നു ബിഹാജത്തിൻ, നമുക്ക് ആവശ്യമുണ്ട്, ഒരാൾക്ക് ആവശ്യമുണ്ട് എന്നുള്ളത് ബിഹാജത്തിനാണ്. ഹുവ ബിഹാജത്തിൻ, ഹി നീഡ്സ്. അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുണ്ട്, നഹ്നു ബിഹാജത്തിൻ, അവൾക്ക് ആവശ്യമുണ്ട്, ഹിയ ബിഹാജത്തിൻ. ഒരു ശേഷം ഒരു ഇല ചേർത്ത് കൊടുക്കണം. നഹ്നു ബിഹാജത്തിൻ ഇല, നമുക്ക് ആവശ്യമാണ്. വി നീഡ് ടു, എന്താണ്? ഇക്മാലി ഹാദൽ മഷ്റൂഇ, ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമാണ്. അതായത് നമുക്ക് ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണം എന്നർത്ഥം. ഖബ്ലൽ മൗഇദി നിഹാഇ, ഡെഡ് ലൈനിന് മുമ്പായിട്ട്. ബിഫോർ ദി ഡെഡ് ലൈൻ, വി നീഡ് ടു കംപ്ലീറ്റ് ദിസ് പ്രോജക്റ്റ് ബിഫോർ ദി ഡെഡ് ലൈൻ. ഇനി അൽ ജാമിഅത്തുൽ ഖാസ്സത്തു, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി. തതമയ്യസു, അത് വേറിട്ട് നിൽക്കുന്നു. സ്റ്റാൻഡ് ഔട്ട്, അതാണ് വേറിട്ട് നിൽക്കുക. എന്തുകൊണ്ട്? ബിൽ മനാജിൽ അക്കാദമിയ, അക്കാദമിക് പ്രോഗ്രാമുകൾ കൊണ്ട്. അൽ മുമയ്യിസ, വളരെ എക്സെപ്ഷണൽ ആയിട്ടുള്ള, വളരെ വേറിട്ട, എക്സെപ്ഷണൽ അക്കാദമിക് പ്രോഗ്രാമുകൾ കൊണ്ട്. വൽ ഇഹ്തിമാമി, അതുപോലെ ശ്രദ്ധിക്കൽ കൊണ്ടും. എന്തിനെ? അശ്ശഖ്സി, പേഴ്സണലൈസ്ഡ് അറ്റൻഷൻ, അതാണ് അൽ ഇഹ്തിമാമു ശഖ്സി എന്ന് പറഞ്ഞാൽ. ബിത്തുല്ലാബി, വിദ്യാർത്ഥികളോടുള്ള. The private university stands out for its exceptional academic programs and personalized attention to the students. ഷാറത്തു ഫി മുഅ്തമരിൻ ഇൽമിയിൽ ദുവലി. നോക്കൂ, അടുത്ത പദങ്ങൾ നോക്കൂ. ഷാറത്തു, ഞാൻ പങ്കെടുത്തു, പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നർത്ഥം. ഫി മുഅ്തമർ, മുഅ്തമർ എന്ന് പറഞ്ഞാൽ കോൺഫറൻസ് ആണ്. എങ്ങനത്തെ കോൺഫറൻസ് ആണ്? ഇൽമിയിൽ, സയന്റിഫിക് ആയിട്ടുള്ള. ദുവലിയിൽ, ഇന്റർനാഷണൽ ആയിട്ട്. ആൻഡ് ഐ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ആൻ ഇന്റർനാഷണൽ സയന്റിഫിക് കോൺഫറൻസ്. ഹൈസു, ഹൈസു പറഞ്ഞാൽ അവിടെ. തമ്മ തബാദുൽ അഫ്കാരി, തമ്മ തബാദുൽ, നമ്മൾ ഒരു മസ്തറിന് മുമ്പായിട്ട് തമ്മ ഉപയോഗിച്ച് കൊടുത്താൽ ചെയ്യപ്പെട്ടു എന്നുള്ള അർത്ഥം കിട്ടും. ഫസീൽ വോയിസ് ആണ് ലഭിക്കുക. അപ്പൊ തമ്മ തബാദുൽ അഫ്കാർ, ഐഡിയകൾ എന്ത് ചെയ്യപ്പെട്ടു? എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ടു. തബാദുൽ എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് നടത്തും. ഫിക്ർ, ഫിക്റിന്റെ ജമാ അഫ്കാർ, ഐഡിയാസ്. അതുപോലെ പോലെ ഇബ്തികാറാത്ത്, വലിയ ഇബ്തികാറാത്ത്, പിന്നെ ഇബ്തികാറാത്തും ഇന്നവേഷനുകളും ഷെയർ ചെയ്യപ്പെട്ടു. മാൽ ബാഹിത്തീന, റിസർച്ചേഴ്സുമായിട്ട്. മിൻ മുഖ്തലിഫി അൻഹാഇൽ ആലം, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്. അൻഹാഇൽ ആലം എന്ന് പറഞ്ഞാൽ വിവിധ ഭാഗങ്ങൾ നടത്തും, ഭാഗങ്ങൾ. അൽ ആലം, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള. മുഖ്തലിഫ്, മിൻ മുഖ്തലിഫി അൻഹാഇൽ ആലം. ഐ പാർട്ടിസിപ്പേറ്റഡ് in an international scientific conference where ideas and innovations were exchanged with researchers from around the world.
അല്ലെങ്കിൽ ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി വേൾഡ് എന്നൊക്കെ പറയാം. തുഴുത്തബറു മിനസ്വാത്തു താലീം, ഈ ലേണിംഗ് പ്ലാറ്റ്ഫോംസ് അതാണ് തുഴുത്തബറു മിനസ്വാത്തു താലീമി അബ്റൽ ഇന്റർനെറ്റ്. അത്താലീമു അബ്റൽ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ ഈ ലേണിംഗ് എന്നർത്ഥം, അല്ലെങ്കിൽ ഓൺലൈൻ ലേണിംഗ് എന്നൊക്കെ പറയും. ഇപ്പോൾ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമുകൾ ആണ് അല്ലെങ്കിൽ കൺസിഡേർഡ് ചെയ്യപ്പെടുന്നു, പരിഗണിക്കപ്പെടുന്നു. മിനസ്വത്ത് എന്നതിൻ്റെ പ്ലൂറലാണ് മിനസ്വാത്ത്, പ്ലാറ്റ്ഫോം എന്നർത്ഥം. ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ പരിഗണിക്കപ്പെടുന്നു വസീലത്തൻ മുബത്തകിറത്തൻ, ഒരു ഇന്നവേറ്റീവ് മീഡിയ ആയിട്ട് അല്ലെങ്കിൽ ഇന്നവേറ്റീവ് മാർഗമായിട്ട്. മുബത്തകിറത്തൻ എന്നാണ് ഇന്നവേറ്റീവ്, അതായത് നവോത്ഥാനം അല്ലെങ്കിൽ പുതുതായിട്ടുള്ള എന്നൊക്കെ അർത്ഥം. ലിക്തിസാബിൽ മാരിഫ, നോളജ് നേടിയെടുക്കാൻ. ഇക്തസബ യക്തസിബു ഇക്തിസാബ്, അറിവ് നേടിയെടുക്കാനുള്ള. തത്വീരിൽ മഹാറാത്ത്, അതുപോലെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനും. ഫി അസ്രിൽ ഹദീസ്, പുതിയ ലോകത്ത്, മോഡേൺ ഏജിൽ. ഈ ലേണിംഗ് പ്ലാറ്റ്ഫോംസ് ആർ കൺസിഡേർഡ് ആസ് എന്ന് പറയേണ്ട ആവശ്യമില്ല, കാരണം കൺസിഡേർഡിൽ തന്നെ ഒരു ആസ് ഒളിഞ്ഞു കിടപ്പുണ്ട്, ഒരു ഇംപ്ലീഡ് ആസ് അതിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ കൺസിഡേർഡിന് ശേഷം ആസ് ഉപയോഗിക്കണ്ട. ആൻ ഇന്നോവേറ്റീവ് വേ ടു അക്വയർ നോളേജ് ആൻഡ് ഡെവലപ്പ് സ്കിൽസ് ഇൻ അവർ മോഡേൺ ഏജ്. യുംകിനു ലിത്തുല്ലാബി, വിദ്യാർത്ഥികൾക്ക് കഴിയും. ഇഖ്തിയാരിൽ മുഖററാത്തി, കോഴ്സുകളെ തിരഞ്ഞെടുക്കാൻ. ഇഖ്തിയാർ എന്ന് പറഞ്ഞാൽ ഇഖ്താറ യഖ്താറു ഇഖ്തിയാർ, ചൂസ് ചെയ്യുക. വിഫ്കൻ, ബേസ്ഡ് എന്നുള്ള അർത്ഥം, അനുസരിച്ച്. ആസ്പർ എന്നൊക്കെ പറയുമല്ലോ, അതേ മീനിങ് ആണ്. ഓരോന്നിനും ഓരോ സ്ഥലത്താണ് സ്യൂട്ടബിൾ ആവുക. ഇവിടെ വിഫ്കൻ, യോജ്യമായ. ലി മുസ്തവ അക്കാദമിയത്തിയും, അവരുടെ അക്കാദമിക് ലെവലിനോട് യോജിച്ച. വർത്തിമാമാത്തിയും, അവരുടെ ഇൻട്രസ്റ്റുകൾക്കും. സ്റ്റുഡൻസ് ക്യാൻ ചൂസ് കോഴ്സസ് ബേസ്ഡ് ഓൺ ദെയർ അക്കാദമിക് ലെവൽ ആൻഡ് ഇൻട്രസ്റ്റ്സ്. ഇനി അടുത്ത പദങ്ങൾ നോക്കൂ. ഉലൂമ് തിജാരിയ, ബിസിനസ് സ്റ്റഡീസ്. അതുപോലെ ഹെൽത്ത് സയൻസസ് എന്നുള്ളതിന് ഉലൂമുൻ സിഹിയ, മെഡിസിൻ, തിബ്, ഡെന്റിസ്ട്രിക്ക്, പല്ലുമായി ബന്ധപ്പെട്ട പഠനമാണ്. തിബ് അസ്നാൻ, അതുപോലെ ഫാർമസി, സ്വൈദലിയ, ഫാർമസി, സ്വൈദലിയ. നിയമം, ലോ, ഖാനൂൻ. കമ്പ്യൂട്ടർ സയൻസിന് ഉലൂമുൽ ഹാസൂബ്, അതുപോലെ മാത്തമാറ്റിക്സിന് റിയാദിയാത്ത്, ഫിസിക്സിന് ഫീസിയ, കെമിസ്ട്രിക്ക് കീമിയ, ബയോളജിക്ക് ബയോളജിയ, അതുപോലെ ജോഗ്രഫിക്ക് ജുഗ്രാഫിയ, ഹിസ്റ്ററിക്ക് താരീഖ്, ഫൈൻ ആർട്സ് ഫുനൂനുൻ ജമീല, മ്യൂസിക്കിന് മൂസീഖി, ഡ്രാമ തംസീൽ, ലാംഗ്വേജസിന് ലുഗാത്ത്. യുദർരിസു തുല്ലാബു, വിദ്യാർത്ഥികൾ പഠിക്കുന്നു. സ്റ്റുഡൻസ് സ്റ്റഡി. ദിറാസാത്തിൽ ആമാലി, ബിസിനസ് സ്റ്റഡീസ്. ലിഫഹ്മി ദീനാമീക്കിയാത്ത്, ലിഫഹ്മി മനസ്സിലാക്കാൻ വേണ്ടി, ടു കോംപ്രിഹെൻഡ്, ടു അണ്ടർസ്റ്റാൻഡ് എന്നൊക്കെ പറയാം. ദീനാമീക്കിയാത്ത്, ദീനാമീക്കിയാത്ത് എന്ന് പറഞ്ഞാൽ ഡൈനാമിക്സ് എന്നാണ് അർത്ഥം. ആലമിൽ ആമാലി, ബിസിനസ് ലോകത്തിൻ്റെ ഡൈനാമിക്സ് പഠിക്കാൻ വേണ്ടി. വക്തിസാബി, അതുപോലെ നേടിയെടുക്കാൻ. ഇക്തിസാബ്, അക്വയർ എന്നർത്ഥം, നേടിയെടുക്കുക. ഒബ്റ്റെയിൻ, അക്വയർ എന്നൊക്കെ പറയും. അൽ മഹാറാത്തി, സ്കില്ലുകൾ. എന്ത് മഹാറാത്താണ്? അൽ ലാസിമത്തി, ആവശ്യമായിട്ടുള്ള, നിർബന്ധമായിട്ടുള്ള. നെസസറി സ്കിൽസ് എന്നർത്ഥം. ലിൻ നജാഹി, വിജയിക്കാൻ വേണ്ടി. ഫി മജാലിൽ അമാലി, ബിസിനസ് ഫീൽഡിൽ. സ്റ്റുഡൻസ് സ്റ്റഡി ബിസിനസ് സ്റ്റഡീസ് ടു കോംപ്രിഹെൻഡ് ദി ഡൈനാമിക്സ് ഓഫ് ദി ബിസിനസ് വേൾഡ് ആൻഡ് അക്വയർ ദി സ്കിൽസ് നെസസറി ഫോർ സക്സസ് ഇൻ ദി ഫീൽഡ് ഓഫ് ബിസിനസ്. ഇനി ഖറർത്തുൽ ഹുസൂല, ഖറർത്തു നേരത്തെ പറഞ്ഞു, ഖറർത്തു ഞാൻ തീരുമാനിച്ചു, ഐ ഡിസൈഡഡ് എന്നർത്ഥം. അൽ ഹുസൂല അല, നേടിയെടുക്കാൻ, അല്ലെങ്കിൽ ഹുസൂല അല എന്നുള്ള അർത്ഥത്തിന് നമുക്ക് ഏതും പറയാം, തുടരുക എന്നുള്ള അർത്ഥമൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഞാൻ തുടരാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ നേടിയെടുക്കാൻ തീരുമാനിച്ചു. അല ഷഹാദത്തി, ഒരു സർട്ടിഫിക്കറ്റ്, ഒരു ഡിഗ്രി. ഫിസ് സ്വൈദലിയത്തി, ഫാർമസി ഡിഗ്രി നേടാൻ തീരുമാനിച്ചു. ലി അന്നനി, ബിക്കോസ് ഐ ആം, കാരണം ഞാൻ. മുഹ്തമുൻ, ഞാൻ ഇൻട്രസ്റ്റഡ് ആണ്. ഇൻട്രസ്റ്റഡ് എന്നുള്ളതിന് മുഹ്തമ്മ് എന്നാണ് പറയുക. ഐ ആം ഇൻട്രസ്റ്റഡ്, അന്ന മുഹ്തമുൻ എന്ന് പറയും. ബി തൗഫീരി റിയായ, ബി തൗഫീർ എന്ന് പറഞ്ഞാൽ വഫറ യുവഫിറു എന്ന് പറഞ്ഞാൽ, വഫറ എന്ന് പറഞ്ഞാൽ നൽകുക എന്നർത്ഥം, നൽകി. തൗഫീരി റിയായത്തി അസ്ഹിയ, ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. റിയായത്ത് സിഹിയ എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയർ എന്നർത്ഥം. അപ്പോൾ ഫഹ്മി, അതുപോലെ മനസ്സിലാക്കാനും. എന്ത്? തീരിൽ അദവിയത്തി, മരുന്നുകളുടെ സ്വാധീനം. അലൽ ജിസ്മി, ശരീരത്തിന്മേലുള്ള മെഡിക്കേഷൻസിൻ്റെ ഇമ്പാക്റ്റ്. അപ്പോൾ ഐ ഡിസൈഡഡ് ടു pursue a pharmacy degree because I am interested in providing
health care and understanding about the impact of medications on the body. Next, al-Jughrafiya റായഅത്തുൻ. ജോഗ്രഫി വളരെയധികം സുന്ദരമാണ്. റായഅത്തുൻ ഫാസിനേറ്റിംഗ് എന്നർത്ഥം. ജോഗ്രഫി ലി അന്നഹ കാരണം അതിന് ആസ് ഇറ്റ് ക്യാൻ ഗ്രാസ്പ് അതിനെ ഗ്രാസ്പ് ചെയ്യാൻ കഴിയും. അതിന് തുതിരി അന്നഹ യുംകിനു അൻ തുദ്രിക അതിനെ നേടിയെടുക്കാൻ കഴിയും, അതിനെ പിടിച്ചെടുക്കാൻ കഴിയും. തഅഖീദാത്തിൽ ബിഅ തഅഖീദാത്ത് എന്ന് പറഞ്ഞാൽ സങ്കീർണതകൾ എന്നർത്ഥം. ഇൻട്രിക്കേസീസ് അൽ ബിഅ പരിസ്ഥിതിയുടെ തീരാത്തി അതുപോലെ സ്വാധീനവും. എങ്ങനത്തെ അൽ മെക്കാനിയ എന്ന് പറഞ്ഞാൽ സ്പേഷ്യൽ, അതായത് സ്ഥലം സംബന്ധിച്ച എന്നർത്ഥം. ഇൻഫ്ലുവൻസസ് എന്ന് പറഞ്ഞാൽ ഇമ്പാക്റ്റ്, ഇൻഫ്ലുവൻസ് എന്നൊക്കെ പറഞ്ഞാൽ തീറാത്ത് എന്ന് പറഞ്ഞ ഭാഗത്തിൽ പറയുന്നതാണ്. എന്തിൻ്റെ മേലുള്ള അലൽ ഹവാറാത്തി നാഗരികതയുടെ മേലുള്ള സിവിലൈസേഷൻസ്, അതുപോലെ വൽ മുജ്തമാഅത്തി സൊസൈറ്റിയുടെ മേലുള്ള. ജോഗ്രഫി ഈസ് fascinating as it can grasp the intricacies of the environment and the spatial influences on civilization and societies. നാദി തുല്ലാബ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് ക്ലബ്ബാണ്. അതുപോലെ മബ്ന ഇദാരി എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ്. ഹറം ജാമിഇ ക്യാമ്പസ്, അതുപോലെ റിസർച്ച് സെന്ററിന് മർക്കസു അബ്ഹാസ്, അതുപോലെ അക്കാദമിക് കോമ്പറ്റീഷൻ ഉള്ളതിന് മുസാബഖത്തു അക്കാദീമിയ, ട്രെയിനിങ് വർക്ക്ഷോപ്പിന് ദൗറത്തുൻ തദ്രീബിയ, അതുപോലെ ഓറിയന്റേഷൻ സെഷൻ ജൽസത്തു തൗജീഹ്, സ്റ്റുഡൻസിനെ എക്സ്ചേഞ്ച് ചെയ്തതിന് തബാദുൽ തുല്ലാബി, അതുപോലെ സ്റ്റഡി നോട്ട്സ്, തഹാവീറു ദിറാസ, എക്സാം ടൈം ടേബിൾ, ജദ്വലു ഇംതിഹാനാത്ത്, അതുപോലെ കോളേജ് ഡീൻ, അമീദുൽ കുല്ലിയ, രജിസ്ട്രാർ ഓഫീസിന് മക്തബു തസ്ജീൽ എന്ന് പറയും. സിലബസിന് മൻഹജ് ദിറാസി, മൻഹജ് എന്ന് മാത്രം, മനാഹിജ് എന്നൊക്കെ പറയാറുണ്ട് സിലബസിന്. അതുപോലെ അക്കാദമിക് സ്റ്റാൻഡിംഗ്, മുസ്തവ അക്കാദമി, അതുപോലെ എഡ്യൂക്കേഷണൽ സിസ്റ്റം, നിവാം തഅലീമി. ഇനി സെന്റൻസുകൾ നോക്കാം. ഷാറത്തു ഞാൻ പങ്കെടുത്തു. ഫി നാദി എന്ന് പറഞ്ഞാൽ ക്ലബ്ബ് എന്നർത്ഥം. നാദി തുല്ലാബ് സ്റ്റുഡൻസ് ക്ലബ്ബ്. ഇപ്പം സ്റ്റുഡൻസിന്റെ ക്ലബിൽ ഞാൻ പങ്കെടുത്തു. അന്നനി കാരണം ഞാൻ ഉദ്ദേശിച്ചു, ഞാൻ ആഗ്രഹിച്ചു, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചു എന്ന് തന്നെ അർത്ഥം വെക്കാം. ഐ വാണ്ടഡ് എന്നുള്ള അർത്ഥം. തൗസിയ ദാഇറത്ത മആരിഫി എൻ്റെ വിവരത്തിൻ്റെ, എൻ്റെ നോളജിൻ്റെ വൃത്തം, അതായത് നോളജ് എന്നർത്ഥം. മൊത്തത്തിൽ അങ്ങനെ ഒരു ഫിഗറേറ്റീവായിട്ട് ഉപയോഗിച്ചാണ് ദാഇറത്ത മആരിഫ് എന്ന് പറഞ്ഞാൽ എൻ്റെ വിജ്ഞാന ഇതിവൃത്തം എന്നൊക്കെ പറയുന്നു. അപ്പം എൻ്റെ വിജ്ഞാനത്തെ ഒന്ന് വർദ്ധിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു. വൽ മുഷാറക്കത്ത് ഇതുപോലെ പങ്കെടുക്കാനും. ഫിൽ അൻഷിത്തത്തിൽ ഇജ്തിമാഇയ സോഷ്യൽ ആക്ടിവിറ്റീസ്. അൻഷിത്തത്ത് നഷാത്തിൻ്റെ ജമാണ് അൻഷിത്തത്ത്. അപ്പോൾ സോഷ്യൽ ആക്ടിവിറ്റീസിൽ I joined the students club because I wanted to expand my knowledge and participate in social activities. അൽ ഹറമുൽ ജാമിഇ എന്ന് പറഞ്ഞാൽ ക്യാമ്പസ് എന്നാണ് പറയാം. അപ്പൊ ക്യാമ്പസ് മക്കാനിൻ ഒരു സ്ഥലമാണ്. എങ്ങനത്തെ സ്ഥലമാണ്? മലീഉം ബിൽ ഹയാത്തി വന്നശാത്തി. അത് വളരെ വൈബ്രന്റ് ആയിട്ടുള്ള, മലീഉം ബിൽ ഹയാത്തി വന്നശാത്തി എന്ന് പറഞ്ഞാൽ വളരെ ആകർഷകമായ, ഊർജ്ജസ്വലമായ, വളരെ അഭിനിവേശമുള്ള എന്നൊക്കെ പറയുമല്ലോ, അതാണ് വൈബ്രന്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഹൈസു അവിടെ യുംകിനുൽ തുല്ലാബി വിദ്യാർത്ഥികൾക്ക് കഴിയും അത്തഫാഉൽ ഇന്ററാക്ട് ചെയ്യാൻ, ഇടപഴകാൻ കഴിയും. മാബാദിഹിം പരസ്പരം ഈച്ചതർ വിത്ത് ഈച്ചതർ. വൽ മുഷാറക്കത്ത് അതുപോലെ പങ്കെടുക്കാൻ കഴിയും. ഫിൽ ഫഅലിയാത്തിൽ മുഖ്തലിഫ വ്യത്യസ്തമായ ആക്ടിവിറ്റികളിൽ, മീൻ വേരിയസ് ആക്ടിവിറ്റീസ് എന്നർത്ഥം. ദ ക്യാമ്പസ് ഈസ് എ വൈബ്രന്റ് പ്ലേസ് വേർ സ്റ്റുഡൻസ് ക്യാൻ ഇന്ററാക്ട് വിത്ത് ഈച്ച് അതർ ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ വേരിയസ് ആക്ടിവിറ്റീസ്. സതുഅഖദു നടത്തപ്പെടും. സത്വാഖദ് എന്ന് പറഞ്ഞാൽ നടത്തപ്പെടും. ജൽസത്തു തൗജീഹ് ഒരു ഓറിയന്റേഷൻ സെഷൻ നടത്തപ്പെടും. ലിത്തുല്ലാബി വിദ്യാർത്ഥികൾക്ക്, അൽ ജുദുദി പുതിയതായിട്ടുള്ള പുതിയ വിദ്യാർത്ഥികൾക്ക്, ന്യൂ കമേഴ്സ് അല്ലെങ്കിൽ ന്യൂ സ്റ്റുഡൻസ്. ലി തഅരീഫിഹിം അവരെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ബിൽ ഹയാത്തിൽ ജാമിഇയ ജീവിതം, അതായത് യൂണിവേഴ്സിറ്റി ലൈഫിനെ കുറിച്ച്. വൽ ഖിദ്മാത്തിൽ മുതാഹത്തി അതുപോലെ ലഭ്യമായിട്ടുള്ള സർവീസസ്, അവൈലബിൾ സർവീസസിനെ കുറിച്ചും. But the orientation session for new students will be held to introduce them to the university life and the available services. ഇനി സെന്റൻസുകൾ നോക്കാം. ഖുംതു ബി ഇഅ്ദാദി, ഖാമ ബി ഇഅ്ദാദി എന്ന് പറഞ്ഞാൽ തയ്യാറാക്കി എന്നാണ് അർത്ഥം. അപ്പോൾ ഖുംതു ബി ഇഅ്ദാദി ഞാൻ തയ്യാറാക്കി. മുലാഹവാത്തി ദിറാസ സ്റ്റഡി നോട്ട്സ്. ലി മുസാഅദതി എന്നെ സഹായിക്കാൻ വേണ്ടി. ഫി മുറാജഅത്ത് എന്ന് പറഞ്ഞാൽ റിവ്യൂ ചെയ്യുക, റെഫർ ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. ഇപ്പം മുറാജഅത്ത് ചെയ്യുക, എന്ത് റെഫർ ചെയ്യാൻ, എന്ത് റിവ്യൂ ചെയ്യാൻ? അൽ മവാദി മെറ്റീരിയൽസ്.
ഖബല അൽ ഇംതിഹാനാത്ത് എക്സാമുകൾക്ക് മുമ്പായിട്ട്. ഐ പ്രിപ്പയർഡ് സ്റ്റഡി നോട്ട്സ് ടു ഹെൽപ്പ് മീ റിവ്യൂ ദി മെറ്റീരിയൽസ് ബിഫോർ ദി എക്സാംസ്. ഇൽതഖൈതു ഞാൻ കണ്ടുമുട്ടി, ഞാൻ മീറ്റ് ചെയ്തു. ബി അമീദിൽ കുലിയത്തി കോളേജിന്റെ ഡീനിനെ ലി മുനാഖശത്തി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഖുത്തത്തി എൻ്റെ പ്ലാൻ, എൻ്റെ പ്ലാനുകൾ. ഖുത്തത്ത് എന്ന് പറഞ്ഞാൽ പ്ലാൻ, ഖുത്തത്ത് എന്ന് പറഞ്ഞാൽ പ്ലാനുകൾ, അപ്പം അത് പ്ലൂരലാണ്. എൻ്റെ പ്ലാനുകൾ അല്ലെങ്കിൽ ദിറാസത്തിൽ ജാമിഇയ്യ യൂണിവേഴ്സിറ്റി സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ള. ഐ മെറ്റ് വിത്ത് ദ കോളേജ് ഡീൻ ടു ഡിസ്കസ് മൈ പ്ലാൻസ് ഫോർ യൂണിവേഴ്സിറ്റി സ്റ്റഡീസ്. യജിബു നിർബന്ധമാണ്, വേണം എന്നൊക്കെ അർത്ഥം. എന്ത് വേണം? തത്വീർ ഡെവലപ്പ് ചെയ്യണം. നിളാമു താലീമി എഡ്യൂക്കേഷണൽ സിസ്റ്റം തത്വീർ ചെയ്യണം. ലി തെൽബിയത്തി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. തെൽബിയത്തിനെ മീറ്റ് ചെയ്യുക, ഒരാളെ കണ്ടുമുട്ടുക എന്നുള്ള അർത്ഥമല്ല, ഒരു ആവശ്യത്തെ മീറ്റ് ചെയ്യുക എന്നൊക്കെ പറയാമല്ലോ. അത് എന്ത് മീറ്റ് ചെയ്യാണ്? ഇഖ്തിയാജാത്ത് തുല്ലാബി വിദ്യാർത്ഥികളുടെ ആവശ്യത്തെ, സ്റ്റുഡൻസ് നീഡ്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ തഅസീസ് അതുപോലെ വർദ്ധിപ്പിക്കാനും. ജൗദത്ത് താലീമി എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ. The educational system needs to be developed to meet students' needs and enhance the quality education. ഇനി യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ, ഇൻതിസാബ് ജാമിഇ, അതുപോലെ അക്കാദമിക് എഡിറ്റിങ്ങിന് തഹരീർ എന്നാണ് പറയാം. അപ്പോൾ തഹരീറു അക്കാദമി, അതുപോലെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് തഖ്ദീമു ത്വലബ്, എഡ്യൂക്കേഷണൽ പ്രോജക്റ്റിന് മഷ്റൂഉൻ തഅലീമിയും, അതുപോലെ എഡ്യൂക്കേഷണൽ ക്ലാസിഫിക്കേഷന് തസ്നീഫ് താലീമി, അതുപോലെ സയൻറ്റിഫിക് ആർട്ടിക്കിളിന് മഖാലത്തുൻ ഇൽമിയ, അക്കാദമിക് ഡിസ്കഷൻ മുനാഖശത്തു അക്കാദമിയ, അതുപോലെ സ്കിൽ ഡെവലപ്മെൻറ്റിന് തത്വീറു മഹാറാത്ത്, ആർക്കിയോളജിക്കിന് ഇൽമുൽ ആഥാർ, അതുപോലെ ലിംഗ്വിസ്റ്റിക്സിന് ഇൽമുൽ ലുഗ, ഭാഷയുമായി ബന്ധപ്പെട്ട പഠനത്തിനാണ് ഇൽമുൽ ലുഗ എന്ന് പറയുന്നത്, ലിംഗ്വിസ്റ്റിക്സ്. ഗ്രേഡ് പോയിന്റിന് നുഖ്തത്തു തഖ്ദീർ, ഇവാലുവേഷൻ സിസ്റ്റത്തിന് നിളാമു തഖ്വീം, അക്കാദമിക് ക്വാളിഫിക്കേഷൻ മുഅഹ്ഹലു അക്കാദമി. ഈ പറയുന്ന പദങ്ങൾക്കെല്ലാം മറ്റു പദങ്ങളും ഉണ്ടാവാം. ഇവിടെ നമ്മൾ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പദങ്ങളാണ്. അതുകൊണ്ട് വേറെ പദങ്ങളില്ല എന്ന് അർത്ഥം വെക്കരുത്. ഓരോ പദങ്ങൾക്കും അതിൻ്റെതായ പദങ്ങൾ, വ്യത്യസ്തമായ രീതിയിലുള്ള പദങ്ങൾ ഉണ്ടാവും. ഓണേഴ്സ് ഗ്രാജുവേഷൻ തഖറുജുൻ ഫഖ്രിയും, അതുപോലെ എഡ്യൂക്കേഷണൽ കോഴ്സിന് മുഖറർ താലീമി മാത്രമല്ല വേറെയും പദങ്ങളുണ്ട്. എൻഹാൻസ്ഡ് മാസ്റ്റേഴ്സ് പ്രോഗ്രാം, ബർനാമജ് മാജിസ്റ്റീർ മുഅസ്സസ്, ഇൻസ്റ്റന്റ് ട്രാൻസ്ലേഷൻ, തർജുമ ഫൗരിയ പെട്ടെന്നുള്ള ട്രാൻസ്ലേഷനാണ് ഇൻസ്റ്റന്റ് ട്രാൻസ്ലേഷൻ എന്ന് പറയാം, തർജുമ ഫൗരിയ. യജിബു നിർബന്ധമാണ്. ഇക്മാലുൽ നമൂദജ് എന്ന് പറഞ്ഞാൽ ഫോം കംപ്ലീറ്റ് ആക്കുക. നമൂദജ് എന്ന് പറഞ്ഞാൽ ഫോമാണ്, ഫോം. തഖ്ദീം അതുപോലെ സബ്മിറ്റ് ചെയ്യണം എന്ന്. എന്ത്? അത്വലബ് ആപ്ലിക്കേഷൻ. ഖബലൽ മൗഇദിൻ നിഹായി ഡെഡ് ലൈന് മുമ്പായിട്ട്. മൗഇദുൻ നിഹായി എന്ന് പറഞ്ഞാൽ ഡെഡ് ലൈൻ. അപ്പോൾ ദ ഫോം മസ്റ്റ് ബി കംപ്ലീറ്റഡ് ആൻഡ് ദ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ബിഫോർ ദി ഡെഡ് ലൈൻ. നഷർത്തു ഞാൻ പബ്ലിഷ് ചെയ്തു. നഷർ എന്ന് പറഞ്ഞാൽ പബ്ലിക്കേഷൻ. തിബാത്ത് എന്ന് പറഞ്ഞാൽ പ്രിൻറ്റിങ് ആൻഡ് പബ്ലിക്കേഷൻ. തിബാത്ത് വൻ നഷർ എന്ന് പറയാറുണ്ട്. മഖാലത്തൻ ഇൽമിയത്തൻ ഒരു സയൻറ്റിഫിക് ആർട്ടിക്കിൾ എന്ത് ചെയ്തു? ഞാൻ പബ്ലിഷ് ചെയ്തു. ജദീദത്തൻ പുതിയ, ഫി മജാലി തിബ്ബി മെഡിസിൻ ഫീൽഡിലുള്ള, ഹൗലക്തിശാഫാത്തിൻ ജദീദത്തിൻ പുതിയ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചുള്ള ഒരു സയൻറ്റിഫിക് ആർട്ടിക്കിൾ. ഫി മജാലി തിബ്ബി സയൻറ്റിഫിക് മേഖലയിലുള്ള, മെഡിക്കൽ മേഖലയിലുള്ള. ഫി മജല്ലത്തിൻ മുഹ്കമ ഒരു പിയർ റിവ്യൂഡ് ജേണലിൽ. ഈ ജേണലുകളുടെ ഒരു കാറ്റഗറിയാണ് പിയർ റിവ്യൂഡ് ജേണൽ എന്ന് പറയുന്നത്. അത് വിദഗ്ധരായ ആളുകൾ, ഒരേ പ്രായത്തിലുള്ള ആളുകളൊക്കെ അവലോകനം ചെയ്യുന്ന ജേണലുകൾക്കാണ് ഈ പിയർ റിവ്യൂ എന്ന് പറയാം. അങ്ങനെ ചെയ്യുന്ന ജേണലുകൾ. അപ്പം പിയർ റിവ്യൂഡ് ജേണലിൽ ഒരു സയൻറ്റിഫിക് ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തു. ഐ പബ്ലിഷ്ഡ് എ സയൻറ്റിഫിക് ആർട്ടിക്കിൾ അബൌട്ട് ന്യൂ ഡിസ്കവറീസ് ഇൻ ദി ഫീൽഡ് ഓഫ് മെഡിസിൻ ഇൻ എ പിയർ റിവ്യൂഡ് ജേണൽ. തഹ്ദുഫു ഹദ്ഫ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യം എന്നൊക്കെ അർത്ഥം. ലക്ഷ്യം വെക്കുക എന്നാണ് ഹദഫ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ലക്ഷ്യം വെക്കുന്നു. ദൗറാത്തു തത്വീർ ഡെവലപ്മെൻറ്റ് കോഴ്സ്. എന്ത് ഡെവലപ്മെൻറ്റ് കോഴ്സാണ്? തത്വീർ. സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സിന് ദൗറാത്ത് തത്വീർ എന്ന് പറയാറുണ്ട്. ദൗറാത്ത് തത്വീർ എന്ന് പറഞ്ഞാൽ മഹാറാത്തിൻ്റെ ദൗറാത്തായിട്ട് കണക്ക് കൂട്ടാറുണ്ട്.
അതിവിടെ ശേഷം ഒരു വിഷയം പറയുന്ന ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നതുകൊണ്ട് അത് തീരെ പറയേണ്ട ആവശ്യം ഇവിടെ ഇല്ല. അതിനുശേഷം ഇവിടെ സ്കില്ലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇലാ തഅസീസിൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് തെന്മിയത്തിൽ മഹാറ സ്കില്ലുകൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ എൻമു അതിൽ നിന്നാണ് തെന്മിയത്ത് വന്നത്. അപ്പോൾ സ്കില്ലുകൾ വർദ്ധിപ്പിക്കാനുള്ള അശഖ്സിയ പേഴ്സണലായിട്ടുള്ള വൽ മിഹനിയ പ്രൊഫഷണലായിട്ടുള്ള പ്രൊഫഷണൽ എന്നുള്ളതിന് മിഹനിയ എന്നാണ് പറയുക. വലിൽ മുഷാരിക്കീന പാർട്ടിസിപ്പൻസിനുള്ള ദ സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സസ് എയിം ടു എൻഹാൻസ് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ സ്കിൽ ഗ്രോത്ത് ഫോർ പാർട്ടിസിപ്പൻറ്റ്. ഗ്രോത്ത് എന്നാണ് തെന്മിയത്ത് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. യസ്തംതിഉ ആസ്വദിക്കുന്നു. ഇസ്തംത യസ്തംതിഉ. ഉലമാ ഉൽ ആഹാർ ആർക്കിയോളജിസ്റ്റിനെ ആലിമുൽ ആഹാർ എന്ന് പറയും. ആർക്കിയോളജിസ്റ്റ്സ് ഉലമാ ഉൽ ആഹാർ ബിൽ കഷ്ഫി അൺകവർ ചെയ്യുക. കഷ്ഫ് എന്ന് പറഞ്ഞാൽ വെളിവാക്കുക എന്നർത്ഥം. എന്ത് വെളിവാക്കുക? അൻ അസ്രാറിൽ മാതി പഴയ കാലത്തെ രഹസ്യങ്ങൾ, ദ സീക്രട്സ് ഓഫ് ദി പാസ്റ്റ് എന്നർത്ഥം. മിൻ ഖിലാലി എന്ന് പറഞ്ഞാൽ ലൂടെ മാർഗേണ എന്നൊക്കെ അർത്ഥം. എന്തിലൂടെ? ദിറാസത്തിൽ ആസാർ സ്റ്റഡി ഓഫ് ദി ആർട്ടിഫാക്ട്സ് എന്ന് പറഞ്ഞാൽ പഴയ സാധനങ്ങളാണ് ആർട്ടിഫാക്ട്സ്. വൽ മവാഖി താരീഖിയ അതുപോലെ ഹിസ്റ്റോറിക്കൽ സൈറ്റുകൾ. മൗഖി എന്ന് പറഞ്ഞാൽ സൈറ്റ് സ്ഥലങ്ങൾ, വെബ്സൈറ്റ് എന്നുള്ളതിന് മൗഖി എന്ന് പറയാറുണ്ട്. മവാഖി താരീഖിയ ഹിസ്റ്റോറിക്കൽ സൈറ്റുകൾ. അപ്പോൾ ഈ ആർക്കിയോളജിസ്റ്റുകൾ പഴയ കാലങ്ങളിലുള്ള ഈ ആർട്ടിഫാക്ട്സ് അതിൻ്റെ പഠനങ്ങളിലൂടെയൊക്കെ പഴയ കാലത്തെ സീക്രട്ടുകൾ അൺകവർ ചെയ്യുന്നത് അവർ ആസ്വദിക്കാറുണ്ട്. Archaeologists enjoy uncovering the secrets of the past through the study of artifacts and historical sites. തഹ്ഖീഖുൽ അഹ്ദാഫ്. ഹഖഖ യുഹഖിഖു തഹ്ഖീഖ്. തഹ്ഖീഖ് എന്ന് പറഞ്ഞാൽ നേടിയെടുക്കുക. അൽ അഹ്ദാഫുൽ മിഹനിയ പ്രൊഫഷണൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കൽ. യഅ്തമിദു അത് ആശ്രയിച്ചിരിക്കുന്നു. ഫി കസീരി മിനൽ അഹ്യാനി പലപ്പോഴും, ഓഫൺ എന്നൊക്കെ പറയും. അലൽ ഹുസൂലി നേടുന്നതിൻ്റെ മേൽ, ഓൺ ഒബ്റ്റൈനിങ് എന്ത് അലൽ മുഅഹലാത്തിൽ അക്കാദമിയൽ മുനാസബ വളരെ അപ്രോപ്രിയേറ്റഡ് ആയിട്ടുള്ള വളരെ അനുയോജ്യമായിട്ടുള്ള അക്കാദമിക് ക്വാളിഫിക്കേഷൻ. മുഅഹലാത്ത് എന്ന് പറഞ്ഞാൽ ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഓഫൺ അച്ചീവിങ് പ്രൊഫഷണൽ ഗോൾസ് റിലൈ എന്ന് പറഞ്ഞാൽ ആശ്രയിക്കുക എന്നർത്ഥം. റിലൈസ് ഓൺ ഒബ്റ്റൈനിങ് ദ അപ്രോപ്രിയേറ്റ് അക്കാദമിക് ക്വാളിഫിക്കേഷൻസ്. യുംകിനുന നമുക്ക് കഴിയും. ഇസ്തിഖ്ദാമു തത്ബീഖാത്തു തർജമ അൽ ഫൗരിയ നമുക്ക് പെട്ടെന്നുള്ള ഇൻസ്റ്റന്റ് ഇന്റർപ്രിറ്റേഷൻ ആപ്പുകൾ ഉപയോഗിക്കാൻ കഴിയും. തത്ബീഖാത്ത് എന്ന ആപ്ലിക്കേഷൻസ്. തർജുമ അൽ ഫൗരിയ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റ് ട്രാൻസ്ലേഷൻ എന്നാണ്. എന്തിന് കഴിയും? ഫഹ്മിൽ മുഹ്തവ കോണ്ടന്റ് മനസ്സിലാക്കാൻ കഴിയും. കോണ്ടന്റ് മുഹ്തവ എന്ന് പറഞ്ഞാൽ കോണ്ടന്റ്. ഇപ്പോൾ കാത്തിബിൽ മുഹ്തവ എന്ന് പറഞ്ഞാൽ കോണ്ടന്റ് റൈറ്റർ. നമ്മൾ കണ്ടന്റ് എന്നൊക്കെ പറയാറുണ്ട്. രണ്ടും പറയാം. ഇന്ത്യൻ ഇംഗ്ലീഷിൽ കോണ്ടന്റ് എന്നും പറയാറുണ്ട്, കണ്ടന്റ് എന്നും പറയാറുണ്ട്. ബിൽ അഹ്ലത്തിൻ പെട്ടെന്ന് തന്നെ, ആ നിമിഷത്തിൽ തന്നെ, റിയൽ ടൈം മൊമെന്റ് എന്നൊക്കെ പറയും. ഫി ലുഗാത്തിൻ മുഖ്തലിഫ വ്യത്യസ്തമായ ലാംഗ്വേജുകളിലുള്ള. വി ക്യാൻ യൂസ് ഇൻസ്റ്റന്റ് ഇന്റർപ്രിറ്റേഷൻ ആപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ കോണ്ടന്റ് അറ്റ് എ മൊമെന്റ് ഇൻ ഡിഫറെന്റ് ലാംഗ്വേജസ്. ഇനിയുള്ള 4 ഭാഗങ്ങൾ വിദ്യാർത്ഥികൾ തന്നെ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ഭാഗങ്ങളാണ്. അതായത് ഇംഗ്ലീഷും അറബിയും കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഇവിടെ നോക്കാം. സ്റ്റുഡൻസ് ആർ എൻകറേജ്ഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. അതുപോലെ സ്റ്റുഡൻസ് യൂസ് ലൈബ്രറീസ് ടു സെർച്ച് ഫോർ അക്കാദമിക് റെഫറൻസസ്. അതുപോലെ ലിവിങ് ഇൻ ദി യൂണിവേഴ്സിറ്റി ഡോമിറ്ററി provides an excellent educational experience. അതുപോലെ scholarships are granted to outstanding students to pursue their education. Scientific research is an integral part of the university's mission. Universities organize exhibitions of arts and sciences to promote creativity. International universities attract students from various countries. Awards are presented for outstanding research and academic achievements. Volunteering enhances students' personal and community development. Universities organize exhibitions of arts and sciences to promote creativity. Universities provide consulting services to the community and industry. Getting higher education opens broad opportunities for a bright future. Universities foster a spirit of cooperation and teamwork among students.
Universities organize seminars and lectures to exchange knowledge. Universities offer educational courses to develop creative thinking skills. Universities enhance students' leadership and communication skills. Educational programs prepare students to face global challenges. ഇത്രയും ഭാഗങ്ങൾ സ്റ്റുഡൻസിന് തന്നെ നോക്കാനുള്ളതാണ്. വളരെ ഈസി ആയിട്ടുള്ള ഭാഗങ്ങളായതുകൊണ്ടാണ് ഇത് ഇങ്ങനെ തന്നെ 4 ഭാഗങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. വളരെ ഈസി ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ ഇനിയുള്ള ഭാഗം കുറഞ്ഞ പദങ്ങൾ നൽകിക്കൊണ്ട് അതുകൊണ്ട് ഉദാഹരണങ്ങൾ ഉണ്ടാക്കാൻ കൂടിയുള്ളതാണ്. അതോടുകൂടെ ഈ ചാപ്റ്റർ ഈ മൊഡ്യൂൾ ഇവിടെ കംപ്ലീറ്റ് ആകുന്നു. അസ്സലാമു അലൈക്കും.